രാവിലെ തന്നെ 2 ട്രോഫി ആയിട്ട് ഇറങ്ങാണ്. ഇന്ന് മഞ്ഞപ്പട കോഴിക്കോട് പ്രീമിയർ ലീഗിന്റെ 5ാമത്തെ സീസണാണ്. അവിടെ ഫുൾ അലങ്കരിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ ട്രോഫീസൊക്കെ നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇന്ന് ഗസ്റ്റ് ആയിട്ട് വരുന്നത് ബ്ലാസ്റ്റേഴ്സ് താരം ബിബിനും അതുപോലെ ഹക്കുമാണ്. ഇത് ആക്ച്വലി മഞ്ഞപ്പട കോഴിക്കോട് വിങ്ങിലെ മെമ്പേഴ്സിന് വേണ്ടി നടത്തുന്ന ഒരു ടൂർണമെന്റ് ആണ്. 1 ഡേ 5 ടൂർണമെന്റ് ആണ്. 16 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ലഹരിക്കെതിരെ ഒരു പ്രതിജ്ഞ ചൊല്ലിയിട്ടായിരുന്നു ടൂർണമെന്റിന് തുടക്കം തന്നെ. അങ്ങനെ വാശിയേറിയ മത്സരങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായി നടക്കുകയാണ്. ഫിക്സർ നോക്കിയാൽ കാണാം ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളതുമായ പ്ലേയേഴ്സിന്റെ പേരിലാണ് ടീമുകളുടെ പേരും. ഈ ലക്കി ഡ്രോയിൽ ജയിക്കുന്ന ആൾക്ക് ബിബിനും ഹക്കും സൈൻ ചെയ്ത ജേഴ്സിയാണ് കിട്ടുക. ഓരോ മത്സരം കഴിയുന്തോറും വാശി ഇങ്ങനെ കൂടി വരികയാണ്. ഇതങ്ങനെ കളി സെമി ഫൈനലിലെത്തി. എൻ്റെ ഒരു ടീം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് കളി ഞാൻ തോറ്റു. ഇവിടെ രണ്ടാൾക്കാർ അതിന്റെ സന്തോഷത്തിലാണ്. അങ്ങനെ സെമി ഫൈനൽ ആരംഭിച്ചു. 2 ടീമും നല്ല പ്ലാനിങ്ങിലാണ് ഇറങ്ങിയത്. പക്ഷേ ഇഞ്ചുറീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു സെമി ഫൈനലിൽ. രണ്ടാമത്തെ സെമി ഫൈനലും അതേപോലെ തന്നെ നല്ല വാശിയേറിയ ഒരു മത്സരമായിരുന്നു. അതും കഴിഞ്ഞ് അണ്ടർ 8 കാറ്റഗറിയിലെ കുട്ടികൾ ഒരു കളി ഉണ്ടായിരുന്നു. എന്താ പറയുക, ഒരു രക്ഷയില്ല, അടിപൊളി കളിയായിരുന്നു കുട്ടികൾ. ഫൈനലിന് മുന്നേ ഉള്ള ഈ കുട്ടികളുടെ കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗസ്റ്റ് വിപിൻ എത്തി. മഞ്ഞപ്പട ഒരു അടിപൊളി സ്വീകരണം വിപിന് നൽകി. ആ കുട്ടികളെയും പരിചയപ്പെട്ടു. അങ്ങനെ അതിനിടയിൽ ഹക്കും വന്നു. അങ്ങനെ ഹക്കും വിപിനും കൂടി ഫൈനലിലെ പ്ലേയേഴ്സിനെ പരിചയപ്പെട്ടു. ഫൈനലിൽ നല്ല വാശിയേറിയ പോരാട്ടമായിരുന്നു. അങ്ങനെ ഫൈനൽ കഴിഞ്ഞു. വിപിനും ഹക്കും ബാക്കി ഗസ്റ്റും ടർഫിലേക്ക് വന്നു. ഇൻഡിവിജ്വൽ അവാർഡ്സും ബാക്കി ട്രോഫികളൊക്കെ കൊടുക്കുന്നതിനായിട്ട്. അങ്ങനെ നറുക്കെടുപ്പിലൂടെ ജയിച്ച ആൾക്ക് വിപിനും ഹക്കും സൈൻ ചെയ്ത ജേഴ്സിയും കൊടുത്തു. അങ്ങനെ ട്രോഫികൾ ഓരോന്നോരോന്നായി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പെരും മഴ പെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ വിന്നേഴ്സും റണ്ണേഴ്സും ട്രോഫി പൊക്കിയത് ആ ഒരു മഴയത്തായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.